PM ശ്രീ പദ്ധതിയെ പിന്തുണച്ച് ശശി തരൂർ MP. PM ശ്രീയെ എതിർക്കുന്നത് മണ്ടത്തരമാണെന്ന് ശശി തരൂർ പറഞ്ഞു. PM ശ്രീ ഫണ്ട് വാങ്ങാതെ കേരളം എങ്ങനെ നിലനിൽക്കുമെന്നും ചോദിച്ചു. I can say that we need the centre's money in order to be able to pay our teachers, fix our roofs, look after our schools, improve our education. It is foolish to stand on an issue. After all, the centre cannot dictate the curriculum. If they are saying we will not take 1,500 crores of centre's money because they're going to saffronize our education, then they are lacking in self-confidence. To my mind, Kerala knows how to teach, what issues to teach, what issues not to teach. But the centre's money we need. This is taxpayers' money, and the Kerala taxpayer is also entitled to benefit from it. അതായത് കാവ്യവൽക്കരണം നടപ്പാക്കുന്ന മോദി സർക്കാർ, കേന്ദ്ര സർക്കാർ, RSS അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കേരളത്തിനറിയാം, എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് കേരളത്തിനറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് വിയോജിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒഴിവാക്കപ്പെട്ട പാഠഭാഗങ്ങൾ അടക്കം ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്ന കേരളം അതെങ്ങനെയാണ് അതിനോട് പ്രതിരോധിക്കേണ്ടതെന്ന് കാട്ടിക്കൊടുത്തിട്ടുള്ളതാണ്. അതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശശി തരൂർ MP സംസാരിക്കുന്നത്. ഷീജ ചേരുകയാണ്. ഷീജ, പല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഈ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ 2022 മുതൽ തന്നെ ഈ ഫണ്ട് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ഈ ഫണ്ട് വാങ്ങിച്ചെടുക്കണം. അതേസമയം വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തെ കേരളം ശക്തമായി പ്രതിരോധിക്കുന്നു. അതിനെതിരെ എങ്ങനെ പോകണമെന്ന് കേരളത്തിനറിയാം. പക്ഷേ ഈ കേന്ദ്ര ഫണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി വാങ്ങിച്ചെടുക്കുന്നതിൽ അപാകതയില്ല എന്നാണോ അദ്ദേഹം പൂർണ്ണമായും പറഞ്ഞു വെച്ചത്? തീർച്ചയായും ശരത്ത്, അതായത് ഈ നിലവിൽ ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഒപ്പുവെക്കുന്നതിലോ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിലോ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഈ ദേശീയ വിദ്യാഭ്യാസ നയം അതിലുള്ള വിയോജിപ്പ് കൃത്യമായ രീതിയിൽ തന്നെ ശശി തരൂർ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് ഏത് രീതിയിൽ വിദ്യാഭ്യാസ നയം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഇവിടുത്തെ സർക്കാരിന് കൃത്യമായ രീതിയിൽ തന്നെ ബോധ്യമുണ്ട്. ഇതുവരെയുള്ള പ്രവർത്തികൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കയ്ക്ക് ഇടയില്ല. പക്ഷേ ഫണ്ട്, കേന്ദ്രത്തിന്റെ ഫണ്ട് അത് ലഭ്യമാക്കേണ്ടതാണ്. അത് സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ്, ഓരോ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് വാങ്ങിയെടുക്കുന്നതിൽ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ ഒരു തരത്തിലുള്ള തെറ്റുമില്ല. പക്ഷേ എന്തൊക്കെ ഇവിടെ പഠിപ്പിക്കണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മറ്റ് ആശങ്കകൾക്കൊന്നും തന്നെ ഇടയില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശരത്ത്.